അസ്സലാമു അലൈക്കും. അപ്പം ഇന്ന് സൺഡേ ആയിട്ട് നമുക്ക് ജോലിക്ക് പോയാലോ? അന്ന് പനി പിടിച്ചിട്ട് ഒരു ദിവസം ഓഫ് എടുത്തില്ലേ, അപ്പം അതിന് പകരം ഇന്ന് ജോലിക്ക് പോകണം കേട്ടോ. പക്ഷെ നേരത്തെ പോകണ്ട, സാധാരണ നമ്മൾ 5:30 പോകാറില്ലേ. പക്ഷെ ഇന്നിപ്പോൾ സമയം 7:45, 9 മണിയാകുമ്പോൾ എത്തിയാൽ മതി. അപ്പോൾ നമുക്കിന്ന് ഓഫീസിൽ പോകണം. സൺഡേ വിശേഷങ്ങൾ കുറച്ച് കാണാം അല്ലേ. അപ്പം നമ്മൾ വർത്താനം പറഞ്ഞ് വന്നപ്പോഴേക്കും ബസ് വന്നു കേട്ടോ. ബസ്സിൽ ഓടിയാണ് കയറിയത്. ജസ്റ്റ് ബസ് കിട്ടിയിട്ടാ, അല്ലെങ്കിൽ നമ്മള 9 മണിക്ക് എത്തലിട്ടാവത്തില്ല. കറക്റ്റ് സമയത്ത് ബസ് കിട്ടി. അപ്പോൾ ബസ്സിലാണ് കേട്ടോ. ഇനി അടുത്തത് നമുക്ക് യൂണിയൻ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങണം. അപ്പോൾ ഇന്നിപ്പോൾ സൺഡേ ആയ കാരണം റോഡൊക്കെ കംപ്ലീറ്റ് കാലിയാണ്. കാരണം എല്ലാവരും ലീവായിരിക്കുമല്ലോ. ഇപ്പോൾ റൂമിൽ തന്നെ എല്ലാവരും നല്ല ഉറക്കാണ് കേട്ടോ. പക്ഷെ സൺഡേ എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ നമ്മൾ ജോലിക്ക് പോരുമ്പോൾ ഒരു വിഷമമാണ്. പക്ഷേ ഓൾറെഡി ഞാൻ ഒരു ഹാഫ് ഡേ മുന്നെടുത്തിട്ടുണ്ടായിരുന്നു വയ്യാണ്ട് തന്നെ. പിന്നെ അന്നത്തെ ലീവ് കൂടി ആകുമ്പോൾ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് പോണത്. നെസ്റ്റോണ്ട് അവിടെ നിൽക്കണത്. സിഗ്നൽ ഭയങ്കര പ്രശ്നമാണ്. ചില സമയത്ത് നമ്മൾ ടൈം കൈ പിടിച്ചിട്ട് ഓടുമ്പോഴായിരിക്കും ചിലപ്പോൾ സിഗ്നൽ കിട്ടുക. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ടൈമിൽ ബസ് കിട്ടത്തില്ല. ഇന്നിപ്പോൾ വലിയ കുഴപ്പമില്ല, ഞായറാഴ്ച ആയ കാരണം കേട്ടോ. അപ്പോൾ നമ്മളിത് കറക്റ്റായിട്ട് 8 മണിക്ക് തന്നെ നമ്മൾ യൂണിയനിൽ എത്തിയിട്ടാണ്. അധികം സമയം ബ്ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ സാധാ വരുന്ന ബസ്സൊക്കെ ആണെങ്കിൽ യൂണിയൻ മെട്രോ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാട്ടം നിർത്തുക. അപ്പോൾ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്ന ബസ് സ്റ്റാൻഡിലേക്ക് പോണ ബസ്സായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് നിർത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അവിടെ നിർത്തിയിട്ട് പിന്നെ നമ്മൾ നടക്കുകയാണ് മെട്രോ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കേട്ടോ. ഇന്ന് വലിയ തണുപ്പ് കാര്യങ്ങളൊന്നും ഇല്ല, ചെറുതായിട്ടൊരു കാറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷെ നല്ല വൈബാണ് കേട്ടോ. പക്ഷെ കിടന്നുറങ്ങുന്ന കാര്യം ഓർക്കുമ്പോൾ സങ്കടം വരും. സൺഡേ മാത്രമല്ലേ കിടന്നുറങ്ങാൻ പറ്റത്തുള്ളൂ. അധികം തിരക്കൊന്നുമില്ല കേട്ടോ. നമുക്ക് മെട്രോൻ്റെ ഉള്ളിലേക്ക് പോകാം. ഞാൻ ഓൺ വോയിസിൽ തന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അതായത് വോയിസ് ഓവർ കൊടുക്കണ്ടെന്ന് വിചാരിച്ചത്. എനിക്ക് ടൈം കിട്ടണില്ല വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എങ്ങനെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചതിട്ടാ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടണമെങ്കിൽ എന്നും പറയണ പോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ മെട്രോ സ്റ്റേഷൻ്റെ ഉള്ളിൽ വന്നു കേട്ടോ. അത് ഈ ഒരു പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ പോണ മെട്രോ വരുന്നത്. പക്ഷെ നല്ല തിരക്കുണ്ട്. ഒരു പൂരത്തിനുള്ള ആൾക്കാരുണ്ട് കേട്ടോ. സൺഡേ ആയിട്ട് എന്താണ് ഇത്ര വലിയ റഷ് എന്ന് അറിയുന്നില്ല. അത്യാവശ്യം നല്ല റഷ് ഉണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഈ വരുന്ന മെട്രോയിൽ കയറാൻ പറ്റുമോ നോക്കി നോക്കാം. അല്ലെങ്കിൽ പിന്നെ അടുത്ത മെട്രോയിൽ പോകേണ്ടി വരും. അതിന് മാത്രം ആളുകളുണ്ട് കേട്ടോ. വെറുതെ അല്ല കേട്ടോ തിരക്ക്. ഈ ഒരു പ്ലാറ്റ്ഫോമിലുണ്ടല്ലോ ഒരു മെട്രോ കേടായിട്ടാണെന്ന് തോന്നുന്നു കിടക്കുന്നുണ്ട്, കംപ്ലൈൻറ്റ്. അതുകൊണ്ടാണ് ഇത്ര തിരക്ക്. ഞാനിപ്പോഴാണ് ശ്രദ്ധിച്ചത് മെട്രോ കംപ്ലൈൻ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. ഇനി എങ്ങനെയാണ് ഇതിന് കറക്റ്റ് ചെയ്ത് പോയാലല്ലേ നെക്സ്റ്റ് മെട്രോയ്ക്ക് വരാൻ പറ്റത്തുള്ളൂ. വെയിറ്റ് ചെയ്യാം. ഇവിടെ എല്ലാവരും ലൈനായിട്ടായിട്ട് നിൽക്കണേ. നമുക്ക് ആ ലൈനിൽ കയറി നിൽക്കാം. അല്ലെങ്കിൽ പിന്നെ ഒന്നും ഇവിടുന്ന് പോലുണ്ടാവില്ല. നോക്കാം പോകാൻ പറ്റുമോ ഇല്ല എന്നുള്ളത്. നമ്മൾ ലൈനിൽ നിൽക്കാം കേട്ടോ. ഇവിടെ ഭയങ്കര ലൈറ്റ് കുറവുണ്ട് മെട്രോ സ്റ്റേഷൻ്റെ ഉള്ളിലായ കാരണം. നമുക്ക് മെട്രോയിൽ പോകാനൊരു രക്ഷയും കാണുന്നില്ല കേട്ടോ. ഭയങ്കര റഷാണ്. അപ്പം ഇന്നത്തെ എന്തായാലും ഡ്യൂട്ടിക്ക് പോകല് പറ്റൂല. തിരിച്ച് നമുക്ക് റൂമിൽ തന്നെ പോവാം. കാരണം അത്ര ക്രൗഡാണ്. കണ്ട ഭയങ്കര ക്രൗഡാണ്.
അപ്പം നമ്മളെ സൺഡേ ഡ്യൂട്ടി ക്യാൻസലായിട്ടുണ്ട് കേട്ടോ. ഫോണില്ല, സാറിനെ വിളിച്ച് പറഞ്ഞിട്ടാണ്. കാരണം എത്ര റഷ്, പിന്നെ എങ്ങനെയാണ് പോവുക, ഇനി തിരിച്ച് വന്ന സമയത്തും മെട്രോ റെഡി ആയിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. അപ്പം അതുകൊണ്ട് ഇന്ന് നമ്മൾ ലീവാക്കി തിരിച്ച് റൂമിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ജോലിക്ക് പോണ കംപ്ലീറ്റ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാണ്, പക്ഷേ ഇങ്ങനെ ആവുമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.